നമസ്കാരം. പതിറ്റാണ്ടുകളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ അടക്കി വാണിരുന്ന സംഘടനയായിരുന്നു SFI. KSU 70കളുടെ ഒരു പകുതിയോടുകൂടി തന്നെ ഏതാണ്ട് പിന്നോക്കം പോയി തുടങ്ങി. ആ ഒരു വിടവിലേക്ക് SFI അതിശക്തമായ രീതിയിൽ കടന്നു വന്നു. അതിന് SFIയെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അവരുടെ അന്നത്തെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ഇപ്പോൾ G. സുധാകരനും സുരേഷ് കുറുപ്പും PK ഹരികുമാറൊക്കെ തുടങ്ങി CP ജോൺ തുടങ്ങി ഒരുപാട് പ്രമുഖരായ ബൗദ്ധികരായ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള ഒരുപാട് നേതാക്കന്മാർ അന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകവും. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 സീറ്റിൽ മാത്രമാണ് അന്ന് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതിലൊന്ന് കോട്ടയത്ത് അന്ന് SFIയുടെ സംസ്ഥാന നേതാവായിരുന്ന സുരേഷ് കുറുപ്പ് വിജയിച്ചതായിരുന്നു. മറ്റൊന്ന് തമ്പാൻ തോമസ് ആയിരുന്നു മാവേലിക്കരയിൽ. അപ്പോൾ SFIക്ക് എന്തുമാത്രം സ്വാധീനം അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. സുരേഷ് കുറുപ്പ് ഓരോ തവണ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം SFI നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻ ചെയർമാൻ എന്ന നിലയിലൊക്കെ തന്നെ ചെയ്ത സേവനങ്ങൾ എല്ലാ കാലത്തും എല്ലാവരും ആദരവോടെ തന്നെയാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പിൽക്കാലത്തിന് മന്ത്രിയൊന്നും ആകാൻ കഴിയാതെ പോയത്. ഒരുപക്ഷെ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു, മികച്ച സംഘാടകനായിരുന്നു, നല്ല ചിന്തിക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. കാരണം ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആളുകളെയൊന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. ഇതിവിടെ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലും അവിടെ SFI പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കണ്ണൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ധർമ്മടത്താണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും ഒക്കെ തന്നെ KPC അധ്യക്ഷൻ K. സുധാകരൻ ലീഡ് ചെയ്ത വാർത്ത പുറത്തു വന്നതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട കോളേജായ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ SFI പരാജയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അവിടെ വിജയിച്ചത് KSU MSF കൂട്ടുകെട്ടാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വർഷമാണ് അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ KSUവും MSFും യൂണിറ്റ് സ്ഥാപിച്ചത് എന്നാണ്. നേരത്തെ യൂണിറ്റ് സ്ഥാപിക്കാൻ പോലും SFI മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ അനുവദിക്കുമായിരുന്നില്ല. ഏതായാലും ഇക്കുറി അവർ യൂണിറ്റ് രൂപീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ശക്തമായി മുന്നേറാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർന്നില്ല. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം KSU MSF മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. കണ്ണൂർ മെഡിക്കൽ കോളേജിലാകട്ടെ 1993 ശേഷം അവിടെ SFI പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. അതുപോലെ മലബാർ മേഖലയിലെ നിരവധി കോളേജുകളിൽ, വയനാട്ടിലെ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ SFIക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അതിൻ്റെ നേതാക്കൾ പോലും ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം ആയിരിക്കാം. വയനാട്ടിലെ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് SFI നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് ഇതിന് നൽകിയ വിശദീകരണങ്ങളൊക്കെ തന്നെ വെറും കള്ളമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കുമെല്ലാം മനസ്സിലായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ സിദ്ധാർത്ഥൻ ഫാക്ടർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFIക്ക് ഇപ്പോൾ പിന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായ രീതിയിൽ ഇത്രയും മർദ്ദിച്ച് അവശനാക്കി പരസ്യ വിചാരണ നടത്തിയൊക്കെ കൊന്നിട്ടും അതിനെ ന്യായീകരിക്കാനും സിദ്ധാർത്ഥനെ മോശക്കാരനാക്കാനും ഒക്കെ ശ്രമിച്ച വിദ്യാർത്ഥി നേതാക്കളുടെ രീതി കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല SFIയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ തന്നെ എത്ര കേസുകളിലെ പ്രതികളാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പേര് ഒരുപാട് രാഷ്ട്രീയ കേസുകളുണ്ടാകും. പക്ഷേ ഇത് പലരുടെയും പേരിലുള്ളത് രാഷ്ട്രീയ കേസുകളല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. SFIയുടെ സംസ്ഥാന നേതാവ് പോലീസിനോട് പോയി കക്കൂസ് ഇടുവാൻ പറയുന്നതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതൊന്നും ആയിരുന്നില്ല ഒരുപക്ഷെ അന്ന് G. സുധാകരനും K. സുരേഷ് കുറുപ്പുമൊക്കെ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അവർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തിരുന്ന മാർഗം. മര്യാദയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറുന്ന, വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വന്നാൽ ഇടപെടുന്ന നേതാക്കൾക്ക് പകരം സ്വന്തം നേതാക്കളെ സ്ഥാനത്തും അസ്ഥാനത്തും ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഔദ്യോഗികമായി സ്വന്തം ബന്ധുക്കളെ സർവകലാശാലകളിൽ നിയമിക്കുന്നത്, ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ന്യായീകരിക്കുക എന്നുള്ളതായി മാത്രം മാറി ഈ നേതാക്കൾ പലരും. ഇത് തന്നെയാണ്
ഒരു പക്ഷേ SFIയെ ഇപ്പോൾ ക്യാമ്പസുകൾക്ക് ഇത്തരത്തിലുള്ള അനഭിമതത്വം നൽകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എന്ന് കണക്കാക്കാം. ഈ പ്രസ്ഥാനം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒടുവിൽ മ്യൂസിയത്തിൽ പോയി കാണേണ്ടി വരുമോ എന്ന് പോലും ഒരു കാലത്ത് SFIക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ് ഇത്. അന്നൊക്കെ SFIയുടെ മുദ്രാവാക്യങ്ങളിൽ അവർ മുഴക്കാറുള്ളത് ചോരച്ചാലുകൾ നീന്തിക്കയറിയവരാണ്, തൂക്കുമരത്തിൽ കയറിയാൽ പേടിക്കാത്തവരാണെന്ന് തുടങ്ങിയ ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുഴക്കുമായിരുന്ന ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പിൽക്കാലത്തായപ്പോഴേക്കും ധാർഷ്ട്യവും ധിക്കാരവും വെല്ലുവിളിയും ഒടുവിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലും കൊണ്ടുവന്നെത്തിച്ച രീതിയിലുള്ള ക്രൂരതകളുമൊക്കെ തന്നെ ആയിരിക്കാം ഇവരെ വിദ്യാർത്ഥികളിൽ നിന്ന് അകറ്റിയത്. CPMനെ സംബന്ധിച്ച് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി ഈ പാർട്ടി ഇവിടെ ചെന്ന് നിൽക്കുമെന്ന് സ്വന്തം പാർട്ടി അണികൾക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലത്ത് CPMന് ഏറ്റവും അധികം പ്രശ്നമായിരുന്നത് അല്ലെങ്കിൽ തലവേദനയായിരുന്നത് CA2വിൻ്റെ നടപടികളായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഭരണമുള്ള സമയത്ത്, ഇപ്പോൾ അത് മാറിയിട്ട് അവരുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ DYFIയും SFIയും തന്നെയാണ് പ്രധാനമായും അവർക്കിപ്പോൾ ഒരു വിലങ്ങ് തടിയായി മാറുന്നത്. ഇവരുടെ പ്രവൃത്തികൾ വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ ഇന്ന് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള നേതാക്കളെയാണ് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും എല്ലാം കൊണ്ടുവരുന്നതെങ്കിൽ ഈ പ്രസ്ഥാനം എവിടെ പോയി നിൽക്കും എന്ന് ആർക്കും അറിയില്ലാത്തൊരവസ്ഥയാണ്. ഒരുപക്ഷെ പണ്ട് KSUവിനുണ്ടായ ആ ഒരു അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ SFIയെയും കാത്തിരിക്കുന്നത്. KSUവിന് എന്തായാലും ഒരു പുനർജന്മം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വീണ്ടും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഇത് വലിയൊരു സൂചനയാണ്. നിങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പം അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം മാന്യതയോടുകൂടി പെരുമാറുക, എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ നിങ്ങളെ അംഗീകരിക്കുള്ളൂ. കാരണം കാലം മാറിയിരിക്കുന്നു, പുതിയ തലമുറയാണ്, അവർക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പണ്ടത്തെ പോലെ വെറുതെ പ്രസ്താവന നടത്തി അവരെ പറ്റിക്കാം എന്ന് ഇനി ആരും അങ്ങോട്ട് കരുതണ്ട. അതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ണൂർ മെഡിക്കൽ കോളേജിലും വിദ്യാർത്ഥികൾ SFIക്ക് നൽകിയിരിക്കുന്നത്.